വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്നാണ്. ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റ് അവതരിപ്പിക്കും. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏതെല്ലാം ആയിരിക്കും ബജറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ക്ഷേമ പ്രഖ്യാപനങ്ങളിൽ ഊന്നിയായിരിക്കും ബജറ്റ് അവതരണം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമ്മൻചാണ്ടിക്കും അതുപോലെ ആർ ശങ്കറിനും ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ നിന്ന് ബിനിൽ ലീല സാബു നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് ബജറ്റ് ദിനമാണ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഒരു ക്ഷേമ പദ്ധതികളിൽ ഊന്നിയുള്ളതായിരിക്കും എന്ന കാര്യമൊക്കെ അറിയുന്നു, സൂചനകൾ വരുന്നു. ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ ബിനിലുണ്ട്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ ഈ ഘട്ടത്തിൽ? അതായത് ബജറ്റ് അവതരണത്തിന് ജസ്റ്റ് മണിക്കൂറുകൾക്ക് മുൻപ് എന്താണ് അവസാനവട്ട പ്രതീക്ഷകൾ? സേതു, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ടത് 2026-27 ബജറ്റ് നിയമസഭ അംഗീകരിച്ചതാണ്. നേരത്തെ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് ഇത് തന്നെ ഒരു ഭേദഗതി ബജറ്റ് ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വൻകിട വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ക്ഷേമ പദ്ധതികളായിരിക്കും പ്രധാനമായും ഇതിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ പ്രഖ്യാപിച്ചതാണ്. അതിൽ 2 എണ്ണം നടപ്പിലാക്കി. ഒന്ന് പ്രിയദർശിനി യാത്രയാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതാണ്. അത് നടപ്പിലാക്കി. ഇപ്പോൾ സൗജന്യ യാത്രയാണ് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഉള്ളത്. മറ്റൊന്ന് വയോജന വകുപ്പ് രൂപീകരിക്കും എന്നുള്ളതായിരുന്നു. അത് രൂപീകരിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി എങ്ങനെയാണ് ഈ പണം കണ്ടെത്തുക? പ്രത്യേകിച്ച് ധവളപത്രം നേരത്തെ നിയമസഭയിൽ ഈ സർക്കാർ UDF സർക്കാർ പുറത്തിറക്കിയതാണ്. ആ ധവളപത്രത്തിൽ വലിയ കടക്കിണിയിലാണ് സംസ്ഥാനം എന്നുള്ളതാണ് ആ ധവളപത്രത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഇന്ദിരാ ഗ്യാരണ്ടിയിലേക്ക് പണം പ്രഖ്യാപിക്കുമ്പോൾ, അല്ലെങ്കിൽ പണം സ്വരുക്കൂട്ടുമ്പോൾ എങ്ങനെയാണ് ഈ പണം കണ്ടെത്തുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതാണ് ഏറ്റവും കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എങ്ങനെയാണ് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? കഴിഞ്ഞ സർക്കാർ പരിശോധിച്ചാൽ അവിടെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചാണ് പണം കണ്ടെത്തിയിരുന്നത്. അതിന് പുറമെ മറ്റെന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതായിരിക്കും ഈ ബജറ്റിൽ ഉണ്ടാവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പല പോഡ്കാസ്റ്റുകളിലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഈ നികുതി കുടിശ്ശിക സംസ്ഥാനത്തിനുണ്ട്. അത് ഏകദേശം പരിശോധിച്ചാൽ 25,000 കോടി രൂപ നികുതി കുടിശ്ശികയായി ലഭിക്കാനുണ്ട്. അത് പിരിച്ചെടുക്കാൻ ഇടത് സർക്കാർ ആർജവം കാണിച്ചില്ല എന്ന് വലിയ വിമർശനം ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് പിരിച്ചെടുക്കുകയായിരിക്കും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി മുന്നോട്ട് വെക്കുക. മറ്റൊന്ന് ഈ GST വിഹിതമാണ്. GST വിഹിതവും ഏകദേശം 25,000 കോടിയോളം നമുക്ക് ലഭിക്കാനുണ്ട്. അത് പിരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് വാങ്ങിയെടുക്കാനുള്ള ശ്രമം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നറിയുന്നു. മറ്റൊന്ന് ഈ GST, സ്വർണ്ണത്തിന് GST ആണ്. അത് ടേൺ ഓവർ പരിശോധിച്ചാൽ 15,000 കോടി രൂപ അത് വരും എന്നാണ് മുഖ്യമന്ത്രി തന്നെ നേരത്തെ ചില വാർത്താ സമ്മേളനങ്ങളും പോഡ്കാസ്റ്റിലും അദ്ദേഹം പറഞ്ഞത്. അത് പിരിച്ചെടുക്കുകയായിരിക്കും മറ്റൊരു വഴി എന്നുള്ളത്. നിലവിൽ ക്ഷേമ പദ്ധതിയിൽ പരിശോധിച്ചാൽ ഈ ക്ഷേമ പെൻഷൻ അത് 3,000 രൂപയാക്കും എന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ ബജറ്റ് ചിലപ്പോൾ അത്രയ്ക്കും വരാൻ സാധ്യതയില്ല. ഏകദേശം 2,500 രൂപ ആക്കിയേക്കും എന്നൊരു വിവരം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതികൾ കൂടുതൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീടുള്ളത് സർക്കാർ ജീവനക്കാർക്കുള്ള DA കുടിശ്ശികയാണ്. അത് നേരത്തെ PF ലയിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരുന്നത്. അത് PF ലയിപ്പിക്കാതെ നേരിട്ട് നൽകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ അങ്ങനെ ചെറിയ ചില പൊടിക്കൈകൾ കൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ബജറ്റിൽ കാണുന്നത്. വൻകിട പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊന്ന്, ഈ തുറമുഖ നഗരമാക്കി മാറ്റും. കേരളത്തെ പ്രധാനപ്പെട്ട കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം അടക്കമുള്ള നഗരങ്ങൾ തുറമുഖ നഗരങ്ങളാക്കി മാറ്റും എന്നൊരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരുന്നു. അതിൽ ഈ വിഴിഞ്ഞമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ ഒരു പൂർത്തിയാവാനുള്ളത് റോഡ്, റെയിൽ ഗതാഗതമാണ്. അതുകൂടി പൂർത്തിയായാൽ മാത്രമേ അത് കൃത്യമായി അതിനൊരു ചരക്ക് ഗതാഗതം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ കൂടുതൽ ചരക്ക് ഗതാഗതം, ചരക്ക് വിനിമയം അടക്കമുള്ള കാര്യങ്ങൾ വരികയും ചെയ്യും. അതിനുള്ള എന്തൊക്കെ പദ്ധതികൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സേതു. ഓക്കെ ബിനിൽ, ശരി. അപ്പം ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കേരളം ഇന്ന് ബജറ്റ് അവതരണത്തെ ഉറ്റുനോക്കുകയാണ്.